ഓർമ്മയുണ്ടോ? ഇതുപോലെ എത്ര വേദികളിലാ പ്രതിഭ ചുവടുവെച്ചത്. ഒരു പ്രാവശ്യം കൂടെ സ്റ്റേറ്റ്സിൽ കൊണ്ടുപോയാലോന്ന് ഞാൻ ആലോചിക്കുന്നേ. ചികിത്സയ്ക്ക് പ്രതിഭയ്ക്ക് ഞാനൊരു സാരി വാങ്ങിച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ള കളറാ. നാത്തൂനെ, മനുവിന്റെ കാര്യം ഒരു അല്പം സീരിയസാ. അവന്റെ കമ്പനികൾ നന്നല്ല. എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റുക. മല്ലികാന്റി അല്ലേ? അതും നിനക്ക് സംശയം തുടങ്ങിയോ? ഞാൻ എന്തിനാ വിളിച്ചെന്ന് ആന്റിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പുതിയൊരു ബോംബ് കൈ കിട്ടിയിട്ടുണ്ട്. അതിടാന്. സബ്ജക്ട് മകന്റെ ലീലാവിലാസങ്ങൾ. നിങ്ങളുടെ അച്ഛനെ എനിക്കിഷ്ടമാണ്. ഞാൻ പ്രണയിക്കുന്നു. അച്ഛനെ വിവാഹം ചെയ്യാൻ എനിക്കിഷ്ടമാണ്. മാഡത്തിന്റെ മകനുമായിട്ടുള്ള ചില ഫോട്ടോഗ്രാഫ്സാ. മാഡം വരാൻ പറഞ്ഞിരുന്നു. ടീന, ദിസ് ഈസ് ഓൺലി പേഴ്സണൽ ടോക്ക്. യെസ് മാഡം. ഒരു ദിവസം ടീന പറഞ്ഞിരുന്നില്ലേ, എന്റെ ഓഫീസ് ഫോണിൽ മനുവും ഏതോ ഒരു പെൺകുട്ടിയും ചേർന്നുള്ള ഫോട്ടോ വന്നിരുന്നു എന്ന്. അതിനുശേഷവും അങ്ങനെ വല്ലതും വന്നിരുന്നു. വേറെ ചില പെൺകുട്ടികളുടെയും. അതൊന്നും ഞാൻ മാഡത്തിനോട് പറയാതിരുന്നതാ. അത്രയും സ്നേഹം നീ എന്നോട് കാട്ടിയല്ലോ. നന്ദി. അതില് കൈക്കുഞ്ഞുമായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. അതൊക്കെ ബ്ലാക്ക് മെയിലിംഗ് ആകാനേ സാധ്യതയുള്ളൂ. അങ്ങനെ ഞാൻ എന്റെ മനസ്സിനോട് പറയാം. മാഡം, മനുവിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായോ? നിന്നോട് ഇടപെടുന്നത് ഡീസന്റായ. ഇപ്പൊ നീ പറഞ്ഞല്ല നുണ. നിനക്കെന്തോ മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. മാഡം, ഞാനിത് അവനോട് ചോദിക്കില്ല. നിന്റെ ജോലിയും പോവില്ല. ഇനിയും നീ നുണ പറഞ്ഞാൽ നിന്നെ ഞാൻ പറഞ്ഞേക്കും. മനുസാറ് വന്ന ദിവസം തന്നെ എന്നോട് മോശമായി പെരുമാറുകയും സംസാരിക്കുകയും ചെയ്തു. ഞാനും സോനയും എസ്റ്റേറ്റിൽ നിന്നും വന്ന ദിവസം എന്നെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചു. അപ്പോഴാ മാഡം വന്നത്. പൊക്കോ. എന്നാലും അദ്ദേഹം അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അച്ഛന് വയറിന് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെന്താ പറഞ്ഞ കാര്യം തന്നെ ഇങ്ങനെ തികട്ടി വരുന്നത്? ഇനി ഞാൻ അല്പം സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. എന്തിനാ അയാൾ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്? ചതിക്കാനാ? എന്നെ ചതിക്കാനുള്ള എല്ലാ മാർഗവും അയാൾ സ്വീകരിക്കും. ഞാൻ ഇറങ്ങാട്ടോ. രാജുവേട്ടന് എസ്റ്റേറ്റ് വരെ ഒന്ന്. മനുവിനെ നന്നാക്കാനാണോ? ഒരിക്കൽ എന്നെ ഇതേ കാരണത്തിന് ആക്ഷേപിച്ചതാ. അവൻ അവളെ വിവാഹം കഴിക്കാൻ പോകുന്നത് പരസ്യ പ്രസ്താവനയിൽ കേട്ടു. ഞാൻ അറിഞ്ഞു. എത്രയും പെട്ടെന്ന് അവന്റെ വിവാഹം നടത്തണം. അതിനു മുമ്പ് അവൻ മാന്യനാണെന്ന് ആൾക്കാർ പറയണ്ടേ? അല്ലെങ്കിൽ ആര് വരാനാ? അതെ, അവനെ ശരിക്കും മനസ്സിലായ ഒരാൾ വേണം. അങ്ങനൊരു പെൺകുട്ടി എന്റെ മനസ്സിലുണ്ട്. രാജുവേട്ടന് സമ്മതവും കൂടെ വേണം. പെൺകുട്ടി സമ്മതിച്ചോ? ചോദിച്ചില്ല. എങ്കിൽ ചോദിക്ക്. പെൺകുട്ടിക്ക് താല്പര്യമാണെങ്കിൽ
നമുക്ക് ആ വഴിക്ക് ചിന്തിക്കാം. ഇറ്റ്സ് എ ഗുഡ് സൊല്യൂഷൻ. ബട്ട് ഐ നീഡ് യുവർ പെർമിഷൻ. രാജുവേട്ട, എൻ്റെ ഒരു ആഗ്രഹം. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. സോണിയെ തന്നൂടെ? സോനെ മനുവിന്റെ ഭാര്യയായി. മനുവിനെ രക്ഷിക്കാൻ എന്റെ മകളെ ശിക്ഷിക്കാനോ? അവര് തമ്മിൽ കളിച്ചു വളർന്നല്ലേ. വിവാഹം കഴിഞ്ഞാൽ എല്ലാം ശരിയാകും. വിവാഹശേഷം എന്റെ മകളുടെ അടുത്തേക്ക് എത്ര പെൺകുട്ടികളെ അവകാശം പറഞ്ഞു വരിക? ഇല്ലെന്ന് പറയാൻ കഴിയോ? ഈ ഒരു ബിസിനസ്സിന് ഞാനില്ല. രാവിലെ എവിടേക്കാ? കടവരെ. അരുൺ, എന്താ? ഞാൻ കണ്ടു ഇന്നലെ അയാൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോ നീ പിന്തിരിഞ്ഞു പോകുന്നത്. ഭയം എനിക്കിപ്പോ. നീ എന്നെ വിട്ടുപോകുന്നു. എന്റെ കാര്യോർത്ത് നീ തലപുണ്ടാക്കണ്ട. പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കണം. ഇപ്പൊ നമുക്കുള്ളൊരു ജീവിതം എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ട്.